നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി കളിക്ക് കടിഞ്ഞാണിട്ട് ഹൈക്കമാൻഡ്. ഫലം വരുന്നതിനു മുൻപേ ഭാവി മുഖ്യമന്ത്രി പട്ടം ചാർത്തി നേതാക്കളെ പുകഴ്ത്തുന്നവർക്ക് കർശന താക്കീതാണ് ഡൽഹിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് യുഡിഎഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ വെറും 48 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ദേശീയ നേതൃത്വം. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കളോട് ഹൈക്കമാൻഡിന്റെ അതൃപ്തി അവർ നേരിട്ട് അറിയിച്ചുകഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പുകഴ്ത്തലുകളും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരുകളും പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റും നടക്കുന്ന പ്രചരണങ്ങളിൽ ദേശീയ നേതൃത്വം അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പരസ്യപ്രസ്താവനകൾ വിലക്കിക്കൊണ്ട് രംഗത്തു വന്നിരുന്നു. സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം സമൂഹമാധ്യമങ്ങൾ വഴിയോ ദൃശ്യമാധ്യമങ്ങൾ വഴിയോ പ്രസ്താവന നടത്തുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നാണ് കെപിസിസി അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകിയത്. അതിനു പിന്നാലെയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡുകൾ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന മികവുകൾ വർണ്ണിച്ചുള്ള സചിത്ര ഫീച്ചർ തിരുവനന്തപുരം ഡിസിസി ജനറൽ സെക്രട്ടറി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് മറ്റൊരു സംഭവം. ഈ രണ്ട് കാര്യങ്ങൾ കൂടി വന്നതാണ് ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ അറിവോടെയല്ല ഇതെല്ലാം നടക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ആരും തള്ളിപ്പറയുന്നുമില്ല. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ചർച്ച അതിരുവിട്ടതോടെ ശനിയാഴ്ച രാത്രിയാണ് ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ അടിയന്തര കെപിസിസി ഭാരവാഹിയോഗം ചേർന്നത്. വെടിനിർത്തൽ ആഹ്വാനം ചെയ്തും അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചുമാണ് യോഗം അവസാനിച്ചത്. ഇതിന്റെ പിറ്റേ ദിവസമാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പ്രവർത്തനം വിവരിച്ചുള്ള ഫീച്ചർ ഇംഗ്ലീഷ് പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ്മാൻ എന്ന തലക്കെട്ടിൽ ഒരു പേജ് ഫീച്ചറാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിനു പിന്നാലെ എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെയും വി.ഡി. സതീശന്റെയും പുസ്തകങ്ങൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സൈബറിടത്തിലെ പോര് തടയാൻ കഴിഞ്ഞില്ലെന്ന വിമർശനം സാമൂഹിക മാധ്യമ വിഭാഗം ചെയർമാൻ ഹൈബി ഈഡന് നേരെയുമുണ്ടായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ചെയർമാൻ സ്ഥാനത്തുനിന്ന് രാജിവെക്കുകയാണെന്ന് ഹൈബി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ നടക്കുന്ന 4-ാം തീയതി യുഡിഎഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ അടുത്ത ദിവസം തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തി മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ചർച്ച നടത്തും. 85 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്താമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. 100-ലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്നത് അമിത പ്രതീക്ഷയാണെന്നും മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നു.